എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ക്രാഷ് കോഴ്സ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ഓവർസിയർ എക്സാംസ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഇതിൻ്റെയൊക്കെ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്ത് ഇരിക്കുകയാണ്. ഒക്ടോബർ 12 ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എക്സാമിൻ്റെ എക്സാം ഉണ്ടാവും. അതുപോലൊപ്പം തന്നെ 21 അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ എക്സാംസും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് എക്സാംസുകൾ ചേർത്തിട്ടാണ് ആ ഒരു ഒറ്റ എക്സാമായിട്ട് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിവിൽ കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റുകളിലായിരിക്കും നിങ്ങളുടെ പേരുകൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് നിസ്സാരമായിട്ട് കാണരുത്. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ് ഇനിയുള്ളത്. നമുക്കറിയാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയറൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ആൾറെഡി ഇപ്പോൾ ഒരു ഓവർസിയറിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുത്തതെന്ന്. അപ്പോൾ ഇനി ലെവലിൽ അത് പഠിക്കണം. പോരാത്തതിന് PSC പഴയ ട്രെൻഡുകളൊക്കെ മാറ്റി പുതിയ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഒരു പഠിത്തം അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠിത്തം കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും PSCയുടെ മാറി വരുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ കൺസെപ്ച്വലായിട്ടും ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരിക, ക്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ കട്ട് ഓഫിന് മുകളിൽ വരുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഒരു ജോലി കിട്ടുന്ന ആ ഒരു മാർക്കിലേക്ക് എത്തുക അല്ലെങ്കിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഒരു കട്ട് ഓഫിൻ്റെ മുകളിൽ വന്നതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല എന്ന് ഞാൻ വീണ്ടും പറയാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ എഫക്റ്റീവായിട്ട് പഠിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രാവിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ദിവസവും വിളിക്കുന്നുണ്ട്, ഇനിയുള്ള ആ ഒരു ടൈം പീരീഡ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആ ഒരു സംശയം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും. അപ്പോൾ ഒരു 65 ദിവസങ്ങൾ നീണ്ട ഒരു സ്റ്റഡി പ്ലാനും കൂടി ഞാൻ ഇതിലോട്ട് അവതരിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 250 വീഡിയോ ലെക്ചേഴ്സ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDF നോട്ട്സ് ഉണ്ട്. അതോടൊപ്പം ഈ ഒരു വീഡിയോയ്ക്കും PDF-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ ഇതോടൊപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യം നമ്മുടെ വീഡിയോ സെഷൻസ് കാണുക എന്നുള്ളതാണ്. വീഡിയോ സെഷൻസ് HD ക്വാളിറ്റി ഉള്ള വീഡിയോ സെഷൻസ് ആണുള്ളത്. ഈ വീഡിയോ സെഷൻസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 മുതൽ 30 മിനിറ്റ് വരെയാണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഓരോ വീഡിയോ സെഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന് വളരെ പ്രിസൈസായിട്ട് വളരെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ PDF നോട്ട്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വീഡിയോ സെഷൻ കണ്ട ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് ആ നോട്ട് വായിച്ച് വിട്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കിയിരിക്കും. ദെൻ അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുന്നത്. ദാറ്റ് ഈസ് ടെസ്റ്റ് സീരീസ്. ടെസ്റ്റസ് ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി അവതരിപ്പിക്കുന്ന ഒരു 3 ടൈപ്പ് ടെസ്റ്റ് സീരീസ് ആണ്. ടെസ്റ്റ് സീരീസിൽ തന്നെ 3 ടൈപ്പ് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു ടെസ്റ്റാണ് സാറ്റ് അഥവാ സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടെസ്റ്റാണ് ടോപ്പിക് അസസ്മെൻറ്റ് ടെസ്റ്റ് അഥവാ ടാറ്റ്. ദെൻ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അവസാനമായിട്ട് ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടെസ്റ്റ് സീരീസാണ് മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് മോക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ്. അങ്ങനെ ഈ 3 ടെസ്റ്റ് സീരീസിലൂടെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ബേസ്ഡ് ഓൺ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ സെഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇപ്പോൾ ഒരു 20 വീഡിയോസ് ഉണ്ടെങ്കിൽ ആ 20 വീഡിയോസും കണ്ടു തീർത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ടോപ്പിക് അസസ്മെൻറ്റ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. ആ ടോപ്പിക്കിൽ നിന്നും
പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, SSC ജൂനിയർ എഞ്ചിനീയറിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതെല്ലാം നമ്മൾ ഈ ഒരു ടാറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ടായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ദെൻ ഫൈനലി നിങ്ങൾ PSC എക്സാമിന് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ടെസ്റ്റ് സീരീസാണ് മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ വളരെ ഒരു PSC എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ നിങ്ങൾ മാറ്റും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PSC എക്സാം ഹാളിൽ ഇത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 ടെസ്റ്റുകളും കൂടി നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം ഇതൊക്കെ എവിടെയാണ്, എപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഒരു 250+ അവേഴ്സാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 450+ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷനാണ് ഈ 250 എന്ന് പറയുന്നത്. ദെൻ 450+ PDF നോട്ട്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഒരു 400+ ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി നമുക്ക് ഇതുപോലെ ഒരു 10 മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പാക്കേജ് കംപ്ലീറ്റ് ആവുന്നതായിട്ട് പറയാം. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ആൾറെഡി കുറച്ച് സബ്ജക്റ്റുകൾ ഓവർസിയർ ലെവലിൽ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, സർവേ. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഇനി വീണ്ടും പഠിച്ച് സമയം കളയുന്നതിന് പകരം AE ബേസിലായിട്ട് കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് നമ്മൾ ആദ്യം കവർ ചെയ്യുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇനിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ, അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീൽ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സ്റ്റീലിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തം 19 സെഷൻസാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട്. അതായത് 19 വീഡിയോസ് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, 19 PDF നോട്ട്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, 19 സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നുള്ള 1-2 ടോപ്പിക് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പഠിക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീലിൻ്റെ 1 മുതൽ 6 വരെയുള്ള സെഷൻസാണ്. ഓക്കെ, ഈ 6 സെഷൻസ് നിങ്ങൾ കാണുന്നു, അതിൻ്റെ PDF നോട്ട് പഠിക്കുന്നു. അതിനുശേഷം നിങ്ങളൊരു ക്വസ്റ്റ്യൻ വർക്ക് ഈ 1 മുതൽ 6 വരെയുള്ള സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ സെഷൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 15 മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോ സെഷൻസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 വീഡിയോ കണ്ടു തീർക്കുന്നതിന് വേണ്ടി മാക്സിമം നിങ്ങൾക്കൊരു 3 അവർ വേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കും. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ ഒരു 330 അവേഴ്സ് 3.5 അവേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു നിങ്ങളുടെ സ്റ്റഡി പ്ലാനിലോട്ട് കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ഡേയിൽ വരുമ്പോൾ ഇതിൻ്റെ മോഡ് ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ അന്ന് RCC സ്റ്റാർട്ട് ചെയ്യുകയാണ്. RCCയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 6 വരെയുള്ള സെഷൻസാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു നോക്കും. ഓക്കെ, അവിടെ നമ്മൾ നിർത്തുന്നില്ല. നമുക്കിപ്പോൾ ഒരു 3.5 അവേഴ്സ് നമുക്ക് ആൾറെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ വീണ്ടും ഇന്നത്തെ ദിവസം ഒന്നും കൂടി റീകളക്ട് ചെയ്യും. കാരണം നിങ്ങൾ എത്ര തന്നെ കൺസെപ്റ്റുകൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം കൺഫ്യൂസിങ് ആവുകയും അതോടൊപ്പം തന്നെ നെഗറ്റീവ് മാർക്സിനുള്ള ഒരു ചാൻസ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെയിലി റിവിഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി തന്നെ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതിന് ഓരോന്നിനും നമ്മൾ ഓരോ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ സെഷൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈമുണ്ട്, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെഷനുണ്ട്, ദെൻ റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു ദിവസം മസ്റ്റായിട്ട് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ നിങ്ങൾ വർക്ക് ചെയ്യുക. ഈ വർക്ക് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇത് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആൾറെഡി കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ. പക്ഷേ ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഈ 3 മുതൽ ഈ 4 എന്ന് പറയുന്ന ചിലപ്പോൾ 4:30 5 മണിക്കൂറൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ആദ്യം ആ ഒരു ട്രാക്കിൽ വരുന്നവരെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ള. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഈ ഒരു ടൈം ഷെഡ്യൂൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളിലാണ് നിങ്ങളുടെ എഫേർട്ട് വരുന്നത്.
ഓക്കെ, then അടുത്ത ദിവസം നമ്മൾ വീണ്ടും അടുത്ത മോസ് സ്റ്റാർട്ട് ചെയ്യണം. മോസ് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് വെയിറ്റേജ് ഉള്ള 3 സബ്ജക്റ്റുകളാണ് നമ്മൾ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് സ്റ്റീൽ, സെക്കൻഡ് വൺ RCC, തേർഡ് വൺ മോസ് എന്ന് പറഞ്ഞാൽ. ഇത് മൂന്നും വളരെ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 അടുപ്പിച്ച് സ്കോർ ചെയ്യാനായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അന്നത്തെ ദിവസം തേർഡ് ഡേയിൽ നമ്മൾ മോസിൻ്റെ 6 സെഷൻസ് കാണുന്നു, അതിൻ്റെ 6 സെഷൻ്റെ സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, തലേ ദിവസം പഠിച്ച RCC റിവൈൻഡ് ചെയ്യുന്നു. പിന്നെ കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്റ്റീലിൽ നമുക്കിനി ബാക്കിയുള്ള പോർഷൻസ് കൂടി നമ്മൾ അന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് സ്റ്റീൽ, RCC, മോസ് നമ്മൾ അടുത്ത 3 ദിവസവും റിപ്പീറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നു. ഓക്കെ, അങ്ങനെ 7ാമത്തെ ദിവസമായപ്പോൾ, അതായത് 13/8 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് അടച്ചു വെക്കാം. അത് നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞു. പിന്നെ റിവിഷന് വേണ്ടി മാത്രമാണ് നമ്മളത് തുറക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു ദിവസം ഉണ്ട്, അതായത് 8ാമത്തെ ദിവസം നമ്മൾ ഹാർബർ എഞ്ചിനീയറിംഗ്, അതുപോലെ അർബൻ പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ, അങ്ങനെ ചെറിയ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. അത് എയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ച് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 3 സബ്ജക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ 3 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്ത 15/8 വരുന്നു, അതായത് 9ാമത്തെ ദിവസത്തിലോട്ട് വരുമ്പോൾ അതൊരു സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. കാരണം വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാവർക്കും ടൈം കിട്ടുന്ന ഒരു ദിവസമാണ് സൺഡേ. അപ്പോൾ ഈ സൺഡേ വെച്ച് വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ RCCയുടെ ഈ ഒരു 6 സെഷൻസ് അന്നും കാണുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ടാറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ കൂടി നമ്മൾ അന്ന് ചെയ്തു നോക്കുകയാണ്. ഈ ടാറ്റ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ആ ടാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ടാറ്റ് നിങ്ങൾ അന്ന് ചെയ്തു നോക്കണം, അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ടാറ്റ് ചെയ്തു നോക്കണം, അർബൻ പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ ടാറ്റ് ചെയ്തു നോക്കണം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 25 to 30 മാർക്സിന് വേരി ചെയ്യുന്നതായിരിക്കും ഓരോ ടെസ്റ്റും. അങ്ങനെ ഒരു 2-3 ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിട്ട് മാറും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഓൾ കവേർഡ് സെഷൻസിൻ്റെ റിവിഷൻ എന്ന് പറയുന്നത്. അതുവരെ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്ത ഫുൾ ടോപ്പിക്സ് നിങ്ങൾ അന്ന് റിവൈസ് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് വീക്ക് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ ഉറക്കുകയും അതിന് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പോലും നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും. ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് വീക്കുകളിലും ഒക്കെ നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ RCC മോസിനോടൊപ്പം തന്നെ നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 3 സബ്ജക്റ്റ് ഹൈവേ, RCC, മോസ് ഈ സെക്കൻഡ് വീക്ക് കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഏകദേശം 16 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ മെയിനായിട്ടുള്ള മേജർ സബ്ജക്റ്റുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത സൺഡേയിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ സെഷൻ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ആയ സബ്ജക്റ്റിൻ്റെ ടാറ്റുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഓൾ കവേർഡ് സെഷൻസിൻ്റെ റിവിഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത വീക്കിൽ നിങ്ങൾ വീണ്ടും സ്ട്രക്ചർ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. FM നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് FM. അതുപോലെ ഇറിഗേഷൻ, ദെൻ ഹൈഡ്രോളജി, ദെൻ ഈ ഒരു 3 സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ പിന്നെ അങ്ങോട്ട് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഏതാണ് FM, ഇറിഗേഷൻ, ഹൈഡ്രോളജി. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ 3 സബ്ജക്റ്റുകളും പരസ്പരം ഇൻ്റർലിങ്ക് ചെയ്തെടുക്കുന്ന സബ്ജക്റ്റുകളാണ്. അതായത് നമ്മൾ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന കൺസെപ്റ്റ് അടുത്തൊരു സബ്ജക്റ്റിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നതാണ്. അതുകൊണ്ടാണ് ഈ 3 സബ്ജക്റ്റിൻ്റെ കോമ്പിനേഷനിൽ നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഹൈഡ്രോളജി പഠിക്കുന്നു, അതിൻ്റെ കൺസെപ്റ്റുകൾ നമുക്ക് ഇറിഗേഷനിൽ വേണ്ടി വരുന്നു. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്കോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഏകദേശം നമ്മുടെ ഏറ്റവും ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് എയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 30 ദിവസങ്ങൾ പിന്നിട്ടു. അതായത് ഏകദേശം ഒരു മാസം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ. അതായത് ഏകദേശം 1 ആവുമ്പോൾ നമ്മൾ ഏകദേശം മെയിനായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ചെറിയ സബ്ജക്റ്റുകളും കൂടി നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാട്ടർ സപ്ലൈ എൻവയോൺമെൻറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോകാഡ്,
പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ ഒക്കെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ആൾറെഡി നമ്മൾ പഠിച്ചതാണ്, പക്ഷേ ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡ് എക്സാമും കൂടി നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മേ ബി അവിടെ ചോദിക്കാനുള്ള സാധ്യതയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ 1 മാർക്ക് പോലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ആ 1 മാർക്ക് വരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർസിയറിന് പഠിച്ച ടോപ്പിക്സുകൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ വീണ്ടും ജിയോ ടെക്നിക്കൽ കൂടി ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ഏകദേശം 44 ദിവസങ്ങളാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ നിങ്ങൾ ആൾറെഡി കുറച്ച് പഠിച്ച ടോപ്പിക്സാണ്, നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാവുന്ന ടോപ്പിക്സാണ്, ഓവർസിയറിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്സുകളാണ്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോക്ക് ടെസ്റ്റ്, നമ്മളെ ഏറ്റവും അട്രാക്ഷനാണ് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 44 ദിവസം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് 19/9/2029, അതായത് സെപ്റ്റംബർ 19 വരെ എത്തിയപ്പോഴേക്കും നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു PSC എക്സാം എങ്ങനെയാണോ നടത്തുന്നത് അതേ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും ഈ മോക്ക് ടെസ്റ്റും ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാരണം നമുക്കറിയാം 12-ാം തീയതി നടക്കുന്ന ഓവർസിയർ എക്സാമും 21-ാം തീയതി നടക്കുന്ന AE എക്സാമിന് ഒരുപോലെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ളൊരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് അതിൽ ഫസ്റ്റ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, AEയുടെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റത്തില്ല ഓവർസിയറിന് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൻ്റെ ലെവലിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് PSC ചിലപ്പോൾ AE ലെവലിലായിരിക്കും ഇനി ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് വന്നതുകൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ എഫേർട്ട് കൊണ്ട് തന്നെ ഈ 2 എക്സാംസും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത നിങ്ങൾക്കറിയാം ഇനി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒക്കെയാണ്, അത് ആൾറെഡി നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി സബ്ജക്റ്റ് പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് റിവിഷനിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വരുന്നു, അതായത് 51-ാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ 2ാമത്തെ മോക്ക് ടെസ്റ്റ് എഴുതുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2ാമത്തെ മോക്ക് ടെസ്റ്റ് നമ്മളവിടെ എഴുതുകയാണ്. അപ്പോൾ ആ 1ാമത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ബെറ്റർ ആയി എന്ന് നിങ്ങൾക്ക് ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത ആഴ്ചയിൽ അടുത്ത വീക്കിൽ അതായത് 58-ാമത്തെ ദിവസം ആ സൺഡേ നമ്മൾ എഴുതുന്നത് 3ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ ഇപ്പോൾ 3 മോക്ക് ടെസ്റ്റുകളാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ദിവസങ്ങളിലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതായത് നമ്മുടെ ഒക്ടോബർ എന്ന് പറഞ്ഞ നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു വളരെ ഹോട്ടായിട്ടുള്ള ഒരു മന്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ എന്താ പറയുക, നമ്മൾ കൂടുതൽ കൺസെപ്റ്റ് പഠിക്കുന്നതിന് പകരം കൂടുതൽ വർക്കൗട്ടിന് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു മന്തായിരിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ആ സമയത്ത് പഠിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത് വളരെ ലീസ്റ്റ് എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. കാരണം നിങ്ങളിപ്പോൾ തന്നെ ആൾറെഡി 3 എക്സാംസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 27-നും 31-നും അതേപോലെ 4-ാം തീയതി ഒക്കെ നടക്കുന്ന എക്സാമിനെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ് ഇത്. അപ്പോൾ വീണ്ടും നിങ്ങൾ അത് പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 9-ാം തീയതി ആകുമ്പോൾ, അതായത് 64 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ടോപ്പിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണ്. അതായത് ഈ ഒരു ലെവൽ എത്തിയപ്പോഴേക്കും നിങ്ങളുടെ കൺസെപ്റ്റ് വൈസ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉള്ള ടെസ്റ്റുകൾ നിങ്ങൾ അന്നത്തെ ദിവസം എഴുതുന്നു. അതോടൊപ്പം തന്നെ ഒരു 4ാമത്തെ മോക്ക് ടെസ്റ്റ് കൂടി നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 മോക്ക് ടെസ്റ്റുകളായി. ഇതെല്ലാം എന്തായിരിക്കും ഓവർസിയർ ലെവൽ, അതോടൊപ്പം തന്നെ AE ലെവലിലെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി 11-ാം തീയതി നടക്കുന്ന ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ആ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിറ്റേന്ന് 12-ാം തീയതി നിങ്ങൾ ഓവർസിയർ ലെവൽ എക്സാം എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ എന്തായിരിക്കും, ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ പിറ്റേന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരെ പോയി എക്സാം അങ്ങ് എഴുതിയാൽ മതി. ഈ ഒരു എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ദെൻ അതിനുശേഷം 12-ാം തീയതി നിങ്ങൾ എക്സാം എഴുതുകയാണ്. ഫസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതിയ ശേഷം 13-ാം തീയതി മുതൽ നമ്മൾ AE ലെവലിലുള്ള പ്യുവർലി AE ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിലോട്ട് കടക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഒരു 5 മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു സമയത്തിനുള്ളിൽ, ഈ ഒരു 20-ാം തീയതി മുതൽ 5 മോക്ക് ടെസ്റ്റുകളും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ തന്നെ നമ്മൾ 10ഓളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് തന്നെ നമുക്ക് 21-ാം തീയതി നടക്കുന്ന എക്സാമിന് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇനിയുള്ള സമയം വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു പ്ലാൻ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. കമൻ്റായിട്ട് നമ്മൾ പിൻ ചെയ്തിരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന്
കോച്ചിങ്ങിന് വേണ്ടി ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയുള്ള മാസം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും ഓവർസിയറും എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.